നമസ്കാരം. വിവേകത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ചാണക്യ വിഷനിലേക്ക് സ്വാഗതം. മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നത് അവന്റെ ബുദ്ധിയും വിവേകവുമാണ്. എന്നാൽ ആ വിവേകത്തെ ഇരുട്ടിലാക്കാൻ കെൽപ്പുള്ള ഒന്നാണ് നിയന്ത്രണമില്ലാത്ത കാമം. ആചാര്യ ചാണക്യൻ ഇപ്രകാരം പറയുന്നു: കാമാതുരാണാം ന ഭയം ന ലജ്ജ. കാമത്തിനടിമപ്പെട്ടവന് ഭയമോ ലജ്ജയോ ഉണ്ടാകില്ല. ഒരു വ്യക്തിയുടെ ഊർജത്തെയും ബുദ്ധിയെയും കാമമെന്ന അഗ്നി എങ്ങനെ ദഹിപ്പിക്കുന്നുവെന്നും അതിൽ നിന്ന് മുക്തി നേടി വിജയത്തിലേക്കെങ്ങനെ കുതിക്കാമെന്നും പ്രാചീന വിജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് പരിശോധിക്കാം. 1. ഇന്ദ്രിയ നിഗ്രഹം, മനസ്സിനെ മെരുക്കുന്ന ചങ്ങല. അമിതമായ ലൈംഗിക ചിന്തകളുടെ പ്രധാന കാരണം ഇന്ദ്രിയങ്ങൾക്ക് നാം നൽകുന്ന അമിത സ്വാതന്ത്ര്യമാണ്. ചാണക്യനീതി അനുസരിച്ച് ഒരു വ്യക്തി തന്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ ഒരു തുള്ളി വെള്ളം പോലും ബാക്കിവെക്കാതെ വറ്റിച്ചുകളയുന്ന വേനൽക്കാര സൂര്യനെപ്പോലെ കാമം അയാളുടെ ജീവിത ചൈതന്യത്തെ വറ്റിച്ചുകളയും. ഇന്ദ്രിയാണാം വശേ കുർവൻ നരോ നശ്യതി സർവദാ. അതായത്, ഇന്ദ്രിയങ്ങൾക്ക് വശപ്പെട്ട് ജീവിക്കുന്നവൻ സർവനാശത്തിലേക്ക് പതിക്കുന്നു. 5 കുതിരകൾ വലിക്കുന്ന ഒരു രഥത്തിനു തുല്യമാണ് മനുഷ്യശരീരം. ആ കുതിരകളാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ. ഈ കുതിരകളുടെ കടിഞ്ഞാൺ ബുദ്ധിയാകുന്ന സാരഥിയുടെ കൈകളിൽ അമർന്നിരിക്കണം. കാമമുണർത്തുന്ന ദൃശ്യങ്ങൾ കാണുന്നതും അത്തരം സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്നതും ഇന്ദ്രിയങ്ങളെ വഴിതെറ്റിക്കുന്നു. കണ്ണുകൾക്കെപ്പോഴും കാണാനാഗ്രഹമുള്ളത് കാമമല്ല, മറിച്ച് അറിവായിരിക്കണം. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാത്തൊരു രാജാവിന് തന്റെ രാജ്യം നഷ്ടപ്പെടുന്നതുപോലെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാത്തൊരു വ്യക്തിക്ക് തന്റെ സ്വഭാവമഹിമ നഷ്ടപ്പെടുന്നു. പ്രലോഭനങ്ങളുടെ മുന്നിൽ മനസ്സിനെ അചഞ്ചലമാക്കി നിർത്തുന്നവനാണ് യഥാർത്ഥ ജേതാവ് എന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. 2. ആഹാരശുദ്ധി, ചിന്തകളുടെ ഉറവിടം. ഭക്ഷണം കേവലം വിശപ്പടക്കാനുള്ളതല്ല, അത് നിങ്ങളുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തുന്ന ഒന്നാണ്. യഥാ അന്നം തഥാ മനം എന്നാണ് പ്രമാണം. നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിന്റെ ഗുണം നിങ്ങളുടെ ചിന്തകളിൽ പ്രതിഫലിക്കും. രാജസ, താമസ ആഹാരങ്ങൾ കാമത്തെ ഉത്തേജിപ്പിക്കുന്നു. നാം കഴിക്കുന്ന ആഹാരം രക്തമായും ഊർജമായും മാറി ഒടുവിൽ ശുക്ലമായും ചിന്തകളായും പരിണമിക്കുന്നു. അമിതമായ എരിവ്, പുളി, ഉപ്പ്, മാംസാഹാരം ശരീരത്തിൽ താപനില വർദ്ധിപ്പിക്കുകയും മനസ്സിനെ ചഞ്ചലമാക്കുകയും ചെയ്യുന്നു. ഇത്തരം രാജസ ആഹാരങ്ങൾ വികാരങ്ങളെ അനാവശ്യമായി ഉത്തേജിപ്പിക്കുകയും ലൈംഗിക ചിന്തകളിൽ മനുഷ്യനെ തളച്ചിടുകയും ചെയ്യും. മിതവും സാത്വികവുമായ ഭക്ഷണം കഴിക്കുന്നവന്റെ ബുദ്ധി എപ്പോഴും തെളിമയുള്ളതായിരിക്കും. ചാണക്യന്റെ അഭിപ്രായത്തിൽ ഒരു ബ്രഹ്മചാരിയോ ജ്ഞാനിയോ ആകാൻ ആഗ്രഹിക്കുന്നവൻ നാവിന്റെ രുചിയെയല്ല, ശരീരത്തിന്റെ ആവശ്യത്തെയാണ് പരിഗണിക്കേണ്ടത്. ആഹാരത്തിൽ അച്ചടക്കം പാലിക്കുന്നതിലൂടെ മനസ്സിന്റെ കടിഞ്ഞാൺ സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കും. 3. ലക്ഷ്യബോധം, ശൂന്യമായ മനസ്സ് സാത്താന്റെ പണിപ്പുര. മനുഷ്യൻ കർമ്മനിരതനല്ലാതിരിക്കുമ്പോഴാണ് കാമചിന്തകൾ അവനെ വേട്ടയാടുന്നത്. ചാണക്യൻ പഠിപ്പിക്കുന്നത്, ഒരു പുരുഷൻ തന്റെ ലക്ഷ്യത്തിൽ എത്രത്തോളം ഏകാഗ്രനാകുന്നുവോ അത്രത്തോളം ഇതര ചിന്തകൾ അയാളിൽ നിന്ന് അകന്നുപോകും. ആചാര്യന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക: ആലസ്യം ഹി മനുഷ്യാണാം ശരീരസ്ഥോ മഹാരിപുഃ. ആലസ്യം മനുഷ്യന്റെ ശരീരത്തിലുള്ള ഏറ്റവും വലിയ ശത്രുവാണ്. മനസ്സെപ്പോഴും എന്തെങ്കിലും ഒന്നിൽ വ്യാപൃതമായിരിക്കണം, അല്ലെങ്കിൽ അത് കാമത്തിന്റെ ലോകത്തേക്ക് ഊളിയിടും. ഒരു നിശ്ചിത ലക്ഷ്യമില്ലാത്ത മനുഷ്യൻ കാറ്റിൽ പറക്കുന്ന കരിയിലയെപ്പോലെ വികാരങ്ങൾക്ക് പിന്നാലെ അലയുന്നു. വിദ്യ നേടുന്നതിലോ ധനം സമ്പാദിക്കുന്നതിലോ സമുദായ സേവനത്തിലോ മുഴുകിയിരിക്കുന്ന ഒരുവന് ലൈംഗിക ചിന്തകളിൽ മുഴുകാൻ സമയം ലഭിക്കില്ല. ചാണക്യൻ പറയുന്നത്, ഓരോ നിമിഷവും ഒരു സ്വപ്നത്തിനായി ചെലവഴിക്കുന്നവൻ വികാരങ്ങളെ ജയിച്ചവനാണ് എന്നാണ്. കഠിനാധ്വാനം ചെയ്യുന്നവന്റെ ശരീരത്തിലെ ഊർജം ക്രിയാത്മകമായി മാറ്റപ്പെടുന്നു. ഇത് അമിതമായ ലൈംഗികാസക്തിയെ ശമിപ്പിക്കാൻ സഹായിക്കുന്നു. അതിനാൽ നിങ്ങളുടെ ദിനചര്യകൾ കൃത്യമായി പ്ലാൻ ചെയ്യുകയും കർമ്മരംഗത്ത് വ്യാപൃതനാവുകയും ചെയ്യുക. 4. സത്സംഗം, സൗഹൃദങ്ങളുടെ സ്വാധീനം. നിങ്ങൾ ആരുമായി സമ്പർക്കം പുലർത്തുന്നുവോ അത് നിങ്ങളുടെ സ്വഭാവത്തെ സ്വാധീനിക്കും. മോശം ചിന്തകളുള്ളവരോടും ലഹരിക്കും കാമത്തിനും പിന്നാലെ പോകുന്നവരോടും കൂട്ടുചേരുന്നത് നിങ്ങളുടെ നാശത്തിന് വഴിതെളിക്കും. സത്സംഗത്വേ നിസ്സംഗത്വം. നല്ല കൂട്ടുകെട്ടുകൾ നിങ്ങളെ മോശമായ ആസക്തികളിൽ നിന്ന് മോചിപ്പിക്കും. ഒരു തുള്ളി വെള്ളം ചുട്ടുപഴുത്ത ഇരുമ്പിൽ വീണാൽ അത് ആവിയായി പോകും, എന്നാൽ അത് താമരയിലയിൽ വീണാൽ മുത്തുപോലെ തിളങ്ങും. നാം ആരുമായി സംസാരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ചിന്തകളുടെ നിലവാരം. എപ്പോഴും ലൈംഗികതയെക്കുറിച്ചും സുഖഭോഗങ്ങളെക്കുറിച്ചും സംസാരിക്കുന്ന സുഹൃത്തുക്കൾ നിങ്ങളുടെ മനസ്സിനെ മലിനമാക്കും. മറിച്ച്
പുരാണങ്ങളും ശാസ്ത്രങ്ങളും ചർച്ച ചെയ്യുന്നവരോടൊപ്പം ഇരുന്നാൽ നിങ്ങളുടെ മനസ്സ് ഉന്നതമായ തലങ്ങളിലേക്ക് ഉയരും. ചാണക്യനീതി പ്രകാരം ദുഷ്ടനായ ഒരു സുഹൃത്തിനേക്കാൾ നല്ലത് വന്യമൃഗങ്ങളുടെ കൂടെ കഴിയുന്നതാണ്. അറിവുള്ളവരുമായുള്ള സമ്പർക്കം കാമത്തെ ഭസ്മമാക്കാനുള്ള അഗ്നിയായി നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കും. 5. മരണത്തെയും അനശ്വരതയെയും കുറിച്ചുള്ള ബോധം. മനുഷ്യൻ കാമത്തിനടിമപ്പെടുന്നത് ഈ ശരീരം മാത്രമാണ് സത്യം എന്ന് കരുതുമ്പോഴാണ്. എന്നാൽ ഈ ശരീരം നശ്വരമാണെന്നും ഓരോ നിമിഷവും നാം മരണത്തിലേക്ക് അടുക്കുകയാണെന്നും ബോധ്യപ്പെട്ടാൽ കാമചിന്തകൾ അപ്രസക്തമാകും. ശരീരം ക്ഷണഭംഗുരം. ശരീരം എപ്പോൾ വേണമെങ്കിലും നശിക്കാവുന്നതാണ്. നാം ഭ്രമിക്കുന്ന ഈ സൗന്ദര്യവും ശരീരവും വെറും പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണെന്നും ഒടുവിൽ മണ്ണിലേക്ക് മടങ്ങേണ്ടതാണെന്നും ഓർക്കുക. കാമം എന്നത് ക്ഷണികമായൊരു സുഖം മാത്രമാണ്. അതനുഭവിച്ചു കഴിയുമ്പോൾ മനുഷ്യൻ ശാരീരികമായും മാനസികമായും തളരുകയാണ് ചെയ്യുന്നത്. മരണത്തിന്റെ നിഴൽ എപ്പോഴും നമുക്ക് പിന്നിലുണ്ടെന്ന ബോധം അനാവശ്യ ഭോഗതൃഷ്ണകളെ ഇല്ലാതാക്കും. ചാണക്യൻ പറയുന്നത്, ഒരു മനുഷ്യൻ തന്റെ ആത്മാവിനെക്കുറിച്ചും ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യത്തെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ കാമം അവനെ വിട്ടുപോകുമെന്നാണ്. ധ്യാനത്തിലൂടെ മനസ്സിനെ ഉള്ളിലേക്ക് തിരിക്കുക. പുറത്തുള്ള സുഖങ്ങളെക്കാൾ വലിയ ആനന്ദം ഉള്ളിലുണ്ടെന്ന് തിരിച്ചറിയുക. ആത്മജ്ഞാനം ലഭിക്കുന്നവന് കാമമെന്നത് വെറുമൊരു നിഴൽ മാത്രമായി മാറും. 6. ശാരീരിക വ്യായാമവും യോഗയും. ഊർജത്തിന്റെ ഉദാത്തീകരണം. അമിതമായ ലൈംഗിക ചിന്തകൾ പലപ്പോഴും ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന അധിക ഊർജത്തിന്റെ ഫലമാണ്. ചാണക്യൻ വിശ്വസിച്ചിരുന്നത് ഒരു കരുത്തുറ്റ ശരീരത്തിനു മാത്രമേ കരുത്തുറ്റ മനസ്സിനെ ഉൾക്കൊള്ളാൻ കഴിയൂ എന്നാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കൂ. ശരീരമാദ്യം ഖലു ധർമ്മസാധനം. ധർമ്മം പ്രവർത്തിക്കാൻ ശരീരം ആരോഗ്യത്തോടെയിരിക്കണം. വ്യായാമം ചെയ്യുമ്പോൾ ശരീരത്തിലെ ഊർജം പേശികളിലേക്കും രക്തചംക്രമണത്തിലേക്കും വഴിതിരിച്ചുവിടപ്പെടുന്നു. ഇത് അനാവശ്യ ചിന്തകളെ ഇല്ലാതാക്കാൻ സഹായിക്കും. യോഗയിലെ പ്രാണായാമം ശ്വസനത്തെ നിയന്ത്രിക്കുകയും അതുവഴി ചഞ്ചലമായ മനസ്സിനെ ശാന്തമാക്കുകയും ചെയ്യുന്നു. ലൈംഗിക ഊർജത്തെ ബൗദ്ധിക ഊർജമായി മാറ്റാൻ കഠിനമായ ശാരീരിക അധ്വാനം അത്യന്താപേക്ഷിതമാണ്. ദിവസവും സൂര്യനമസ്കാരം പോലെയുള്ള വ്യായാമങ്ങൾ ചെയ്യുന്നത് ഹോർമോൺ സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കും. ശാരീരികമായി തളർന്നിരിക്കുന്ന ഒരാളുടെ മനസ്സ് വികാരങ്ങൾക്ക് പിന്നാലെ ഓടാൻ മടിക്കില്ല എന്ന് ആചാര്യൻ വ്യക്തമാക്കുന്നു. 7. ഏകാന്തതയിലെ ജാഗ്രത. ആത്മപരിശോധനയുടെ സമയം. മനുഷ്യൻ ഏറ്റവും കൂടുതൽ തെറ്റായ ചിന്തകളിലേക്ക് പോകുന്നത് അവൻ തനിച്ചായിരിക്കുമ്പോഴാണ്. ഏകാന്തതയെ ഒരു ശാപമായല്ല, മറിച്ച് സ്വയം മെച്ചപ്പെടുത്താനുള്ള ഒരു അവസരമായി കാണണമെന്ന് ചാണക്യൻ ഉപദേശിക്കുന്നു. ഏകഹ പാപാനി കുരുതേ, അതായത് ഒറ്റയ്ക്കിരിക്കുമ്പോൾ മനുഷ്യൻ പാപചിന്തകളിലേക്ക് നയിക്കപ്പെടുന്നു. നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സെവിടെ പോകുന്നു എന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ അളവുകോടാണ്. ഏകാന്തതയിൽ അശ്ലീലമായ ചിന്തകൾ കടന്നുവരുമ്പോൾ ഉടൻ തന്നെ ഒരു പുസ്തകം വായിക്കാനോ അല്ലെങ്കിൽ ക്രിയാത്മകമായ മറ്റെന്തെങ്കിലും പ്രവൃത്തിയിലേക്കോ മനസ്സിനെ മാറ്റുക. മുറിയിൽ അടച്ചിരുന്ന് ചിന്തകൾ കടിമയാകുന്നതിനേക്കാൾ നല്ലത് പ്രകൃതിയോടോ പൊതുസ്ഥലത്തോ സമയം ചിലവഴിക്കുന്നതാണ്. ആത്മനിയന്ത്രണമുള്ള ഒരു വ്യക്തി ഏകാന്തതയെ ധ്യാനത്തിനായും വിജ്ഞാന സമ്പാദനത്തിനായും ഉപയോഗിക്കുന്നു. നിങ്ങളുടെ മനസ്സിനെ ഒരു കുട്ടിയെപ്പോലെ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അത് തെറ്റായ വഴിക്കു പോകുമ്പോൾ സ്നേഹപൂർവ്വം അതിനെ തിരിച്ചു വിളിക്കുക. 8. മാതൃഭാവം. സ്ത്രീകളോടുള്ള കാഴ്ചപ്പാട് മാറ്റുക. മനസ്സിൽ കാമം ഉടലെടുക്കുന്നത് ഒരു വ്യക്തിയെ വെറും ലൈംഗിക വസ്തുവായി കാണുമ്പോഴാണ്. ആചാര്യ ചാണക്യൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത് പരസ്ത്രീകളെ എങ്ങനെ കാണണം എന്നതിനെക്കുറിച്ചാണ്. മാതൃവത് പരദാരേഷു. മറ്റുള്ളവരുടെ ഭാര്യമാരെയും സ്ത്രീകളെയും സ്വന്തം അമ്മയെപ്പോലെ കാണുക. സ്ത്രീകളെ ബഹുമാനത്തോടെയും ആദരവോടെയും കാണുന്ന ഒരു മനസ്സിന് കാമചിന്തകൾക്ക് അധികനേരം നിലനിൽക്കാൻ കഴിയില്ല. ഒരു സ്ത്രീയെ അമ്മയായോ സഹോദരിയായോ കാണുന്ന നിമിഷം മനസ്സിലെ വികാരം ശുദ്ധീകരിക്കപ്പെടുകയും ആദരവായി മാറുകയും ചെയ്യുന്നു. സൗന്ദര്യമെന്നത് വെറും തൊലിയുടെ നിറമല്ലെന്നും അത് സ്വഭാവത്തിന്റെ ഗുണമാണെന്നും തിരിച്ചറിയുക. സ്ത്രീകളെ ദേവീരൂപമായി കാണുന്ന ഭാരതീയ സംസ്കാരം ലൈംഗിക ദാരിദ്ര്യത്തിൽ നിന്നല്ല, മറിച്ച് ലൈംഗിക നിയന്ത്രണത്തിൽ നിന്നാണുണ്ടായത്. ഈ കാഴ്ചപ്പാട് വളർത്തിയെടുക്കുന്നതിലൂടെ അനാവശ്യമായ ആകർഷണങ്ങളിൽ നിന്നും തെറ്റായ ചിന്തകളിൽ നിന്നും മോചനം നേടാം. 9. ഭക്തിയും പ്രാർത്ഥനയും. ഉന്നതമായ ആനന്ദം കണ്ടെത്തുക. കാമത്തേക്കാൾ വലിയൊരാനന്ദം കണ്ടെത്തുന്നതുവരെ മനസ്സ് കാമത്തിനു പിന്നാലെ പോയിക്കൊണ്ടിരിക്കും. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സുഖം ഭക്തിയും ഈശ്വരചിന്തയുമാണെന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. വിഷയാ വിനിവർത്തന്തേ നിരാഹാരസ്യ ദേഹിന. ഉയർന്ന രുചി അനുഭവപ്പെടുമ്പോൾ താഴെയുള്ള ആസക്തികൾ തനിയെ ഇല്ലാതാകുന്നു.
ലൈംഗിക സുഖത്തേക്കാൾ വലിയൊരാനന്ദം ആത്മീയതയിലുണ്ടെന്ന് തിരിച്ചറിയുന്നവർക്ക് കാമം ഒരു പ്രശ്നമേ അല്ല. ദിവസവും നിശ്ചിത സമയം പ്രാർത്ഥനയ്ക്കോ മന്ത്രജപത്തിനോ നീക്കിവെക്കുന്നത് മനസ്സിന്റെ ഏകാഗ്രത വർദ്ധിപ്പിക്കും. ഈശ്വരൻ എപ്പോഴും നമ്മെ നിരീക്ഷിക്കുന്നുണ്ടെന്ന ബോധം തെറ്റായ ചിന്തകളിൽ നിന്ന് പിന്തിരിയാൻ സഹായിക്കും. ഉന്നതമായൊരു ശക്തിയോടുള്ള ഭക്തി മനസ്സിനെ ശുദ്ധീകരിക്കുകയും ഹൃദയത്തിൽ ശാന്തി നിറയ്ക്കുകയും ചെയ്യുന്നു. ലോകത്തിലെ നശ്വരമായ സുഖങ്ങളെക്കാൾ ശാശ്വതമായ സമാധാനം തേടുന്നവൻ കാമമെന്ന കടലിനെ എളുപ്പത്തിൽ കടക്കുന്നു. പ്രിയപ്പെട്ടവരെ, കാമം എന്നത് ഒരു നദിയാണ്. നിയന്ത്രിച്ചാൽ അത് ജീവിതത്തെ ഫലഭൂയിഷ്ടമാക്കും. നിയന്ത്രണം വിട്ടാൽ അത് നിങ്ങളെ തകർക്കുന്ന പ്രളയമായി മാറും. ആചാര്യ ചാണക്യന്റെ ഈ തത്വങ്ങൾ ജീവിതത്തിൽ പകർത്തി നിങ്ങളുടെ ഊർജ്ജത്തെ വിജയത്തിലേക്കുള്ള ഇന്ധനമാക്കി മാറ്റുക. ഈ അറിവ് നിങ്ങൾക്കുപകാരപ്പെട്ടുവെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കുക. ചാണക്യ വിഷനിലൂടെ നമുക്ക് ജ്ഞാനത്തിന്റെ പുതിയ പാതകൾ വെട്ടിത്തുറക്കാം. നന്ദി.